ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തിലെ ഓരോ ജനങ്ങളെയും അത്തരത്തിൽ ഇഞ്ചിഞ്ചായിട്ട് കൊന്നെടുക്കുന്ന, അത്തരത്തിൽ മാക്സിമം വിറപ്പിച്ചിട്ട് മാക്സിമം ശല്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലും, അത് മാക്സിമം നമ്മളവിടുത്തെ ആൾക്കാർ നരകിച്ച് കഴിയുന്ന, അത്തരത്തിൽ നരകത്തിൽ കഴിയുന്ന ഒരു അവസ്ഥയിലും നമ്മളവിടുത്തെ രാജാക്കന്മാർ, നാട്ടുരാജാക്കന്മാരെല്ലാം തന്നെ ആക്ച്വലി വളരെ സമ്പന്നമായിട്ടുള്ള, വളരെ സുഖ സൗകര്യങ്ങളോടുള്ള റിച്ചായിട്ടുള്ള ലൈഫ് തന്നെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതായത് ജനങ്ങളെല്ലാം തന്നെ പട്ടിണിയിൽ കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെല്ലാം തന്നെ അത്തരത്തിലുള്ള റിച്ചായിട്ടുള്ള ലൈഫ് തന്നെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഭാരതത്തിലെ രാജാക്കന്മാരായിരുന്നു. ഇവൻ അന്നത്തെ അവരുടെ പ്രധാന മാർക്കറ്റ് പോലും ഇവിടെ തന്നെ ആയിരുന്നു എന്നൊരു സംശയം തന്നെ വേണ്ട. ജുനാഗദിലെ നവാബിനാകട്ടെ പട്ടികളോടായിരുന്നു പ്രിയം. ഇദ്ദേഹത്തിന് പട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൂടെ ഇദ്ദേഹത്തിന്റെ അനേകായിരം പട്ടികൾക്ക് വേണ്ടി ഇദ്ദേഹം കൊട്ടാരങ്ങളും കാര്യങ്ങളൊക്കെ പണിത് കൊടുക്കുന്നുണ്ട്. ഇവൻ ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, ഇദ്ദേഹത്തിനോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പട്ടിയുടെ കല്യാണം, ഒരു വിവാഹം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞ വർഷം 1922 അന്ന് 1,00,000 പേരാണെന്ന് പങ്കെടുത്തത്. അത് അത്രമാത്രം വലിയൊരു കല്യാണമായിരുന്നു. അത് അന്നത്തെ 2 കോടി രൂപയാണ് അതിന് സ്പെൻഡ് ചെയ്തത്. അതായത് ഇന്നത്തെ ഒരു റേറ്റ് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ചുരുങ്ങിയത് 15,000 കോടി രൂപയെങ്കിലും. അതായത് അത്രമാത്രം, അതായത് ജനങ്ങൾ പട്ടിണി എടുക്കുന്ന സമയത്ത് തന്നെയാണ് മറുവശത്ത് രാജാക്കന്മാർ ഇത്തരത്തിലുള്ള ചട്ടത്തരങ്ങളും ചെയ്തു കൂട്ടിയത്.